ഇന്ന് രാവിലെ മുതൽ വന്ന ഒരുപാട് വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 റൂഹാനിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത്. അതിൽ ഒരു റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ളതും മറ്റു 2 ഗൗരവം താരതമ്യേന കുറഞ്ഞതുമായിരുന്നു. ആ കുടുംബത്തിന് പിശാച് ബാധ, റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം 18 വർഷമായി അവർക്ക് ബാധിച്ച്. ആ വിഷയം നേരത്തെ അവർ എന്നോട് വാട്സപ്പ് വഴി എഴുതി അറിയിക്കുകയും ഞാൻ അവർക്കൊരു പ്രത്യേക സമയം കൊടുക്കുകയും അതിനനുസരിച്ചാണ് ആ വിഷയം നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ വിഷയം നാം അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് പറയുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന ധാരണയോടുകൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കൃത്യമായി കേൾക്കുകയാണെങ്കിൽ ഒരുവിധം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിനെന്താണ് നാം വീടകങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. റൂഹാനിയുമായി ബന്ധപ്പെട്ട, പിശാചുമായി ബന്ധപ്പെട്ട, ശൈത്വാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നത് ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് കാര്യം കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഇന്ന് വന്ന ആ കേസിലെ വളരെ ഗൗരവമുള്ള കേസ് എന്ന് പറയുന്നത്, ആ കുടുംബത്തിൻ്റെ, ഞാൻ അവരുടെ പേരോ അവരുടെ നാടോ എന്താണ് വിഷയങ്ങളോ ഒന്നും നമുക്ക് അതല്ലല്ലോ നമ്മുടെ പ്രസക്തമായത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പേരുകളും നാടുകളൊന്നും പറയാതെ ഞാൻ പറയുന്നത്. ആ കുടുംബം അവരുമായി ബന്ധപ്പെട്ട് 18 വർഷമായി അവരുടെ ശരീരത്തിൽ റൂഹാനി ശൈത്വാനീയത്തിന്റെ ആ പിശാച് ബാധ, ആ ശൈത്വാനീയത്തിന്റെ പ്രശ്നം അവരുടെ ശരീരത്തിൽ കൂടിയിട്ട് ഏകദേശം 18 വർഷത്തോളമായി അവരുടെ ശരീരത്തിൽ കൂടിയിട്ട്. അപ്പൊ ഞാൻ ആ വിഷയം അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ശൈത്വാനെ ഇളക്കിയിട്ട് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് നേരത്തെ ഈ ശൈത്വാനും ഈ റൂഹാനിയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഇറങ്ങിയ സമയം തന്നെ പ്രതികരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ രൂപത്തിൽ വളരെ ഗൗരവമുള്ള ശക്തിയുള്ള ഒരു റൂഹാനിയുമായി ബന്ധപ്പെട്ട, ശൈത്വാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വിഷയങ്ങളും ചൊല്ലുമ്പോഴേക്ക്, ഞാൻ പറയുമ്പോഴേക്ക്, ഞാൻ ഓരോ ഇസ്മുകളും പറയുമ്പോഴേക്ക് തെറി പറയാൻ തുടങ്ങി, ശക്തമായ തെറി. അപ്പൊ എനിക്ക് ആ രൂപത്തിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കി ഇതാരാണ് ഇതിൻ്റെ ഉള്ളിൽ കുടിയിരുന്നിട്ടുള്ളത്, ആരാണ് ഈ ബാധിച്ചിട്ടുള്ളത്, ആരാണ് കയറിയിട്ടുള്ളത്, നമുക്ക് ആ രൂപത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ചില വിഷയങ്ങളൊക്കെ അവരുടെ രൂപങ്ങളിൽ നിന്ന്, അവർ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളിൽ നിന്ന്, അവരുടെ കയ്യിൻ്റെ ആക്ഷനിൽ നിന്ന്, അതൊക്കെ ഏതാണ് അവരുടെ മേലിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവര് തുടക്കത്തിൽ തന്നെ ശക്തമായ തെറി പറയാൻ തുടങ്ങി. ധിക്കാരപരമായിട്ട്, നീ ആരാടാ, നിന്നേക്കാളും വലിയ ആളുകളെ ഇറക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല, നിന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കൂല, നീ അതിന് മുതിർന്നിട്ട് കാര്യമില്ല, നീ ഇവളെ വിട്ട് പോയിക്കോ, ഇവളെ ഞാൻ കൊന്നിട്ടേ പോവുള്ളൂ, ഇവളെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് ശക്തമായി ആക്രോശിക്കാൻ തുടങ്ങി. ശക്തമായി, ഉച്ചത്തിൽ, സാധാരണ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഇളകുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ വരും. ആ ഉച്ചത്തിൽ അവർ വളരെ ശക്തമായ രൂപത്തിൽ അവർ തെറി പറയാനും ഉച്ചത്തിൽ അട്ടഹസിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ നമ്മുടെ ഇത് ഇളക്കിയിട്ട് ഇതിനെ പറഞ്ഞയക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ശക്തമായ ചില ഭാഗങ്ങളൊക്കെ എത്തും, ചില ഇസ്മുകളൊക്കെ എത്തും. ആ ഇസ്മുകളൊക്കെ എത്തുന്ന സമയത്ത് വളരെ ശക്തമായ രൂപത്തിൽ തെറി പറയുകയാണ്. നീ നിർത്തിപ്പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്കൊന്നും ഇവിടെ പറയുന്നില്ല. ആ രൂപത്തിലൊക്കെ ശക്തമായ രൂപത്തിൽ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം നാം ചൊല്ലുന്നത് ചൊല്ലിക്കൊണ്ടേയിരുന്നു, പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഇവരുടെ ശരീരത്തിൽ ബാധിച്ചിരുന്ന ആ ശൈത്വാന് അതങ്ങ് പതിയെ അതിൻ്റെ ഒരു വിലാപം എന്ന രൂപത്തിൽ, ഒരു കരച്ചിൽ എന്ന രൂപത്തിൽ, അതിൻ്റെ ശക്തി ശോഷിച്ചു പോയി എന്ന രൂപത്തിൽ ഒരു നമ്മളങ്ങനെ പറയില്ല, ഒരു തളർന്ന രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ
കൃത്യമായി പറഞ്ഞു, പേര് പറഞ്ഞു. ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല. അവരാ പേര് പറഞ്ഞു, നീ എന്തിനാണ് വന്നത്? അപ്പൊ ഞാൻ ഇന്ന കാര്യത്തിനാണ് വന്നത്. എങ്കിൽ നിന്റെ ആവശ്യം എന്താണ്? നീ എന്തു ചെയ്താലാണ് നീ ഇറങ്ങിപ്പോകുക? അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഇന്ന കാര്യം, എനിക്ക് മോക്ഷം കിട്ടിയാലേ ഞാൻ ഇറങ്ങിപ്പോകുക. ഞാൻ ഇന്നാലിന്ന എന്താ ആളാണ് എൻ്റെ മുൻകാലത്തുണ്ടായിരുന്നതൊക്കെ കൃത്യമായി തുറന്നു പറഞ്ഞു. ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അതങ്ങനൊന്നും ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് പ്രത്യേകം കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇവര് ഇങ്ങനെ അവസാന സമയത്തേക്ക് നമ്മുടെ മന്ത്രങ്ങളും നമ്മുടെ ചൊല്ലലുകളും നമ്മുടെ ഓരോ ഔറാദുകളും കഴിയുന്നതിനിടയ്ക്ക് അവസാന സമയത്തേക്ക് എത്തിയപ്പോഴേക്കും ഇവർ കൃത്യമായി പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് നിന്നെ ഞാൻ ഇറക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനേക്കാളും ദിവസം എനിക്ക് നൽകിയ പലരുമുണ്ട്, ഞാൻ ഇറങ്ങിയിട്ടില്ല, അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, എൻ്റെ രോമത്തിൽ പോലും അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല, നിനക്കതിനെ സാധിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ സാധിക്കുന്നും പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കുള്ള അമൽ ഞാൻ ആ കാര്യങ്ങൾ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ് ആ തളർത്തിയിട്ടതിന് ശേഷമാണ് ഞാൻ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചത്. പെട്ടെന്നൊന്നും ചില ശൈത്വാനിന്, ചില റൂഹാനി, ചില പിശാച് ബാധയൊന്നും പെട്ടെന്നൊന്നും പോവില്ല. അതിന് കൃത്യമായ സമയങ്ങൾ എടുക്കും, ചില ഗൗരവമുള്ളത്. ഇത് വളരെ പഴക്കമുള്ളൊരു വിഷയമായിരുന്നു. മറ്റൊന്ന്, ഒരു റൂഹാനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ന് വന്നത്, അതൊക്കെ കഴിഞ്ഞ ദിവസം നാം വീഡിയോ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ അതിൽ വന്നത് അവര് ആ വിഷയം അത്ര ഗൗരവമുള്ള വിഷയമല്ലാത്തതുകൊണ്ട് വീഡിയോ കൂടുതലായി പോകുന്നതുകൊണ്ട് ഞാനത് ആ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരാളുടെ ശരീരത്തിൽ, അത് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഗതി നടന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളുടെ ഫോൺ കോളുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല, മെസ്സേജുകൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ബ്രഹ്മരക്ഷസ്, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കുടുംബം വിളിച്ചറിയിച്ചത്, എനിക്ക് രക്ഷസുമായി ബന്ധപ്പെട്ട പ്രയാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ഉസ്താദ് അത് ഇളകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഗൗരവം എത്രയുണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് നോക്കിയിട്ട് എങ്ങനെ ചെയ്താലാണ് പോകുക, അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചാണ് ഓരോന്നും ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും ഒരുപോലെ എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എങ്കിലും എല്ലാവർക്കും ഏതു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലുണ്ട്. ആ അമല് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്രഹ്മരക്ഷസ്, അതേപോലെ തന്നെ കാഫിർ ജിന്ന്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് കരിഞ്ഞു പോവാന്, അത് തകർന്നു പോവാന്, അത് ശരീരത്തിൽ നിന്ന് ഇളകിയിട്ട് അതിനെ ഇറക്കി പറഞ്ഞയക്കാന്, അതിനൊക്കെയുള്ള റൂട്ടുകൾ വ്യത്യസ്തങ്ങളായ റൂട്ടുകളാണ്. ചിലപ്പോൾ ഈ ചില ആളുകളുടെ ശരീരത്തിൽ ഈ വിഷം കഴിച്ച് മരിച്ച ആളുകൾ, അതേപോലെ തന്നെ തൂങ്ങി മരിച്ച ആളുകൾ, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ, അവരുടെ ആത്മാക്കളൊക്കെ, ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കരീന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കരീൻ എന്ന് പറഞ്ഞ സംഭവം, അതൊക്കെ ആ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായും അവർക്ക് പല വിഷമങ്ങളും അവർ അനുഭവിക്കുന്നതായിട്ടും, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ, നമ്മളതിന് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇളകിയിട്ട് അവർ ചാടും, ചിലപ്പോൾ അവർ തുള്ളിയിട്ട് അവർ ചിലപ്പോൾ പലതും വിളിച്ചു പറയും. ആ പലതും വിളിച്ചു പറയുന്ന ഒരു പക്ഷേ നിഗൂഢമായ രഹസ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളായിരിക്കും, നമുക്കതുവരെ അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നുള്ള കേസിലൊക്കെ അവർ പറഞ്ഞുകൊണ്ട്, ഞാൻ ഇവളെയും കൊണ്ടേ പോകൂ, ഇവള് ഈ കുടുംബം താമസിക്കുന്ന വീട്, ആ വീട് അത് എൻ്റെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്, ഇവളെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നടന്ന റൂഹാനിയുമായി പിശാചുമായി ബന്ധപ്പെട്ട ആ വിഷയം അട്ടഹസിച്ചു കൊണ്ടേയിരുന്നത്. അപ്പോഴൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇന്നാലിന്ന ആള് മരിച്ചിരുന്നു, ആ ആളുടെ ആ ആളാണ് ഞാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചില ഈ ദുർമരണങ്ങളുണ്ടല്ലോ, വിഷം കഴിച്ച് മരിക്കുക, ഈ തൂങ്ങി മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അത്തരം ആളുകളുടെ സ്വഭാവ പ്രകൃതിയോടുകൂടെയാണ് ചില കരീനുകൾ വരിക, ചില റൂഹാനികൾ വരിക. അപ്പൊ അത്തരം ആളുകൾ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് അവരുടെ കരീന്, ഈ റൂഹാനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരിങ്ങ് വന്ന് അത് ഒരു വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി ഇതേപോലെയാണ് അവർ പ്രകടിപ്പിക്കുക. അപ്പൊ ആ മരിച്ച ആളുടെ അതേ സ്വഭാവങ്ങളും ആ രൂപത്തിലൊക്കെ ആയിരിക്കും. ഒരുപാട് കാലം മുമ്പ് മരിച്ചതാണെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയൊന്നുമില്ല. അപ്പൊ ഈ വിഷയത്തിലൊക്കെ അവര് ഇങ്ങനെ ഒരു പേര് അവർ പറഞ്ഞപ്പോൾ അവരുടെ അയൽവാസികളോടും മറ്റൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ഒരു പേര് ആ നാട്ടുകാർക്കോ ആ അയൽവാസികൾക്കോ ഒന്നും അറിയൂല. അപ്പൊ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിൽ ഉണ്ടാവും. അപ്പോ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാല്, ഇതിനൊക്കെ ശക്തമായ മന്ത്രമല്ലാതെ വേറൊരു പരിഹാരമില്ല.
അതിനെ നന്നായി അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിൻ്റെ ചില മുതവക്കിലീങ്ങളായ ചില അസ്മാഉകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിശക്തമായി അതിനെ അതിശക്തമായിട്ട് അതിനെ ബാത്തിലാക്കാനും അതിനെ ഇറക്കി അതിനെ പറഞ്ഞയക്കാനൊക്കെ ശ്രമിക്കുക വേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ പല കേസുകളിൽ ഇടപെട്ടിട്ടുണ്ടാകും. ആ കേസുകളിൽ ഇടപെട്ടിട്ട് ഇളകി പോകാത്ത ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ ഗൗരവമുള്ള ചില പിശാച് ബാധയുമായി ബന്ധപ്പെട്ട് ചിലതൊന്നും പെട്ടെന്ന് ഇളകി പോകില്ല. അത് ഇളകി പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് സമയം ചെയ്യേണ്ടി വരും. അത്രയും ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം എടുക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇളകി പോവുകയും ചെയ്യും. അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. പെട്ടെന്ന് പോകുന്നതുകൊണ്ട്, വളരെ ദൈർഘ്യം എടുത്ത് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കാനുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഭാര്യമാരിലേക്ക്, നമ്മുടെ കുടുംബത്തിലെ അഹ്ലുകാരിലേക്ക് ഇവർക്കൊക്കെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം ഹിഫ്ളിനുള്ള പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത്, ഈ ഇളകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചൊല്ലാൻ കഴിയൂല. അവർ നമ്മുടെ മുമ്പിൽ വരുന്നിരിക്കുന്ന സമയം അത് നല്ലൊരു സാധാ ഒരു നോർമൽ ലെവലായിരിക്കും. പിന്നെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഓതാനും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ രൂപവും ഭാവവും ഒക്കെ മാറും. ആ ഒരു പിശാചി ശൈത്വാൻ അവരുടെ ശരീരത്തിലേക്ക് എത്തി ആ രൂപത്തിൽ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫാത്തിഹ ഓതാൻ വേണ്ടി തുടങ്ങിയാൽ മതി, നമ്മളൊരു ഫാത്തിഹ വിളിച്ചാൽ മതി, ആ സമയത്ത് തന്നെ അവർ ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം മന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരാൾ മാത്രം ചെയ്യാതിരിക്കുക. 1, 2, 3 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ സംഭവത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഒറ്റക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ പിടിച്ചെടുത്ത് കിട്ടൂല. ചിലപ്പോൾ നമ്മളിങ്ങനെ മന്ത്രിച്ച് ഓതാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇത് ഇളകിയിട്ട് അട്ടാസിക്കാൻ തുടങ്ങും, അവിടെ ഇവിടെയൊക്കെ അടിക്കാൻ തുടങ്ങും, വാതിലിലും ചുമരിലൊക്കെ അടിക്കാൻ തുടങ്ങും, തലയടിച്ച് അടിക്കാൻ തുടങ്ങും, നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രകടനങ്ങൾ കാണിക്കും. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ് പല വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ. അതേപോലെ തന്നെ ഇവർ ചിലപ്പോൾ നന്നായിട്ട് ചാടും, നന്നായിട്ട് തുള്ളും, ഇവർ ഓടും, ഇവർ പലതും ചെയ്യും. ആ സമയത്ത് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ പലതും ചെയ്യും. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഈ മന്ത്രം ഒരു കാരണവശാലും നിർത്തരുത്. അത് നിർത്താതെ അത് ഉച്ചത്തിൽ തന്നെ ഓതിക്കൊണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ഒരു ഓതുന്നതിന്റെയും ശക്തി, അപ്പൊ അതിനു മാത്രം ധൈര്യം സംഭരിച്ച് അതിനു മാത്രം ധൈര്യത്തോടുകൂടെ ഉച്ചത്തിൽ ഓതിക്കൊണ്ടേയിരിക്കണം. അത് മുറിയാതെ ഓതിക്കൊണ്ടേയിരിക്കണം. ഓത്തൊരു കാരണവശാലും നിർത്തരുത്. അത് നിർത്തിയാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങളൊക്കെ സംഭവിക്കും. അത് പെട്ടെന്ന് തിരിച്ചടിക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓതാൻ, അതിന് ധൈര്യമുള്ളവരെ അതിന് ഇരിക്കാൻ പാടൂ. അല്ലാത്തവർ അതിന് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവർക്കും പ്രയാസമായിരിക്കും. അത് ഏത് രൂപത്തിലാണ് അത് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഒന്നുകിലോ നാട്ടിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളെ സമീപിക്കുക. അങ്ങനെയൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നാം മന്ത്രിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് 7 ഫാത്തിഹ, 3 മുഅവ്വിദത്തൈനി. 3 മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഫാത്തിഹ ഓതുക. അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. ഇതൊക്കെ 3 വീതം ഓതുക. പിന്നെ അതേപോലെ തന്നെ വാങ്ക് കൊടുക്കുക, 3 പ്രാവശ്യം വാങ്ക് കൊടുക്കുക. പിന്നെ സ്വാഫാത്ത്, സൂറത്തു സ്വാഫാത്ത് അത് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ജിന്ന് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഖാഫ് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ബുറൂജ് 3 പ്രാവശ്യം ഓതുക. പിന്നെ ത്വാരിഖ് സൂറത്ത് ഇത് 1 പ്രാവശ്യം ഓതുക. ഇങ്ങനെയൊക്കെ ഓതി തീരുമ്പോഴേക്ക് ഏകദേശം ഇവർ ഇളകിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നാം പ്രതികരിക്കണം. കൃത്യമായ ആ രൂപത്തിൽ നാം പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകാൻ പറയലും അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ഇടപെട്ട് ആ ഒരു അനുഭവമുള്ളവർക്ക്, ആ പരിചയമുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, അത് അവരിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അത് അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് റൂഹാനി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ റൂഹ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വരിക എന്നുള്ളതാണെന്ന്. അതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഹബീബായ സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഒരാൾക്ക് ഉണ്ടാകും, അതിന് ഖരീൻ എന്നാണ് പേര്. അതേപോലെ തന്നെ ഈ ഖരീനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളെ കുറിച്ച് ഇമാമുകൾ പറഞ്ഞതൊക്കെ ഒരു വീഡിയോയിൽ നാം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കാണാത്തവരൊക്കെ അത് പോയി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാലേ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് റൂഹാനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പിശാച് ബാധയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. അവർ പല സ്ഥലങ്ങളിലും പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആ ഭാഗം പറയുന്നില്ല, അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു കുടുംബം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരെ വിളിച്ചറിയിച്ചത്, ഉസ്താദ് എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട്, അതിനെന്താ വേണ്ടത് എന്നാൽ അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വല്ലാതെ വിളിക്കാൻ പറയാനുണ്ടായ കാരണം അവർ ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഇത് വലിയ ശക്തിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് പോകുന്നില്ല. അത് ചില അമുസ്ലിം ദേവാലയങ്ങളിലും മറ്റുമൊക്കെ ചെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് അമുസ്ലിം ദേവാലയങ്ങളിലേക്കോ അമ്പലങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ പൂജാകർമ്മത്തിനോ മറ്റോ ഒന്നും നമ്മുടെ വിശ്വാസപ്രകാരം പോകുന്നത് അത് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരിക്കലും അത് പൊറുക്കപ്പെടൂല, അത് പോകരുതെന്നൊക്കെ കൃത്യമായി പറഞ്ഞതിൻ്റെ പേരിൽ അവരത് കേട്ടിട്ട് നമ്മെ ഫോൺ വിളിച്ചതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ചെയ്തിട്ടും മാറുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരുപാട് ഉസ്താദന്മാരുടെ അടുത്ത് പോയി ഇത് ബാത്തിലാക്കാൻ കഴിയുന്നില്ല, ഇളകി പോകുന്നില്ല, ഇത് ഇറങ്ങുന്നില്ല, ഈ ഷെർ വീണ്ടുമുണ്ട്, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അവിടെ തടഞ്ഞു നിൽക്കും, പിന്നെ അത് വരും, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് എല്ലാ സമയത്തും ഇതിന്റെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതിലുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ വേറെ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക അന്തരീക്ഷം നമുക്ക് അവിടെ സൃഷ്ടിക്കണം. അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സഹായികളെ വെക്കണം. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം ഒരു ഹുളൂറിന്റെ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി വെക്കണം. അതിന് ചൊല്ലേണ്ട ചില കർമ്മങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് വരേണ്ടത്. നമ്മൾ ഇതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഒരു നല്ലൊരു അമൽ നാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എന്താണ് സിഹർ എന്നും സിഹർ ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്താണെന്നും അത്തരം വിഷയങ്ങൾ, അതിന്റെ അടയാളങ്ങൾ, അതേപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവർക്ക് അതിന്റെ പരിഹാരങ്ങൾ, പിന്നെ വീട്, പറമ്പ്, പുരയിടം, കട തുടങ്ങിയവയൊക്കെ വിറ്റുപോകാനും വാടകയ്ക്ക് ആള് വരാനുമുള്ള ചില വിഷയങ്ങൾ, അതേപോലെ തന്നെ കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കൈവിഷമുള്ളവർ, ഇപ്പൊ അവസാനം റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇനി റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉണ്ടാവില്ല എന്നറിയിക്കുകയാണ്. ഇതിന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. കൈവിഷവുമായി ബന്ധപ്പെട്ടൊക്കെ നാം വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരതിന്റെ കൃത്യമായ വിവരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പൈശാചികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്ന് അകറ്റി മുത്തഖീങ്ങളുടെ അഹലുകാരായിട്ട് നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ ഇത് നിഷേധിക്കും, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ അത് നേരിട്ട് കാണുമ്പോഴാണ് ഇതറിയാം. ഇത് നേരിട്ട് കാണാത്തവർക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് വിശ്വസിക്കാനും വിശ്വസിക്കാൻ കഴിയോ? ഒരാൾ പറയാണ് ആ ആളിങ്ങനെ വേറൊരാളായിട്ട് സംസാരിക്കുന്നുണ്ട്, വേറൊരാളുടെ രൂപമായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്, നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ നേരിട്ട് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ ഇത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിച്ചുകൊണ്ടല്ലേ. നമ്മൾ ഇത്തരം ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാവുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോക്കുക. പക്ഷെ ഇതൊക്കെ അനുഭവങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും ഇടപെടുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലൊക്കെ, നേരത്തെ ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷൈത്വാന്, ആ ഷൈത്വാന്റെ പേര് അവർ പറഞ്ഞിരുന്നു. ഞാനത് പ്രയാസമാകണ്ടെന്ന് വിചാരിച്ചിട്ടാ പറയാത്തത്. ഞാൻ വന്നത് ഇവളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, ഇവൾ എന്റെ സ്ഥലത്താണ് ഇവള് വീട് വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോ. അപ്പൊ അവര് എപ്പോഴും പറയൂല, അവര് ധിക്കാരമായിട്ട് സംസാരിക്കുക. നീ ആരാടാന്നൊക്കെ ചോദിക്കുക. നീ എന്തിനാ വന്നത്? നിന്നെക്കാളും വലിയ ആളുകൾ വന്നിട്ട് നിന്നെക്കാളും വലിയ ദിവസങ്ങൾ പറഞ്ഞിട്ട് അമല് ചെയ്തിട്ടൊന്നും പോയിട്ടില്ല, എന്നിട്ടാണോ നീ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മുടെ ആ അമലുകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോ അതിന്റെ അവസാന ഭാഗത്തേക്ക് ഈ ശൈത്വാൻ അങ്ങ് തളർന്ന് ക്ഷീണിച്ചു പോകുന്നതാണ് നാം കണ്ടത്. അങ്ങനെ ക്ഷീണിച്ചു പോയി അവസാനം
ഒരു നെടുവീർപ്പ്, അതാണ് നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു നെടുവീർപ്പിടുന്നത് പോലെ അതിങ്ങനെ അവസാന ആ സമയത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബാധകളെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിലെ ശൈത്വാനിന്റെയും റൂഹാനിയത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. കാഫിർ ജിന്നുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രശ്നങ്ങളുള്ളവർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ബാത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ചില ആളുകൾ ഇതൊന്നും വിശ്വസിക്കൂല. ഞാൻ 1990 ഡിസംബർ 16-ാം തീയതി 1990 ഡിസംബർ 16-ാം തീയതി മാധ്യമത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ വായിക്കണം. ഇത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നതോ അല്ല. ഇതൊക്കെ മാധ്യമം എന്ന് പറയുന്ന പബ്ലിക് ആയിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇത് 1990 ഡിസംബർ 16-ന് വന്ന മാധ്യമത്തിലെ ഒരു റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ കൃത്യമായി കേൾക്കുക. 1983 ഡിസംബർ 10-ന് ജനിച്ച മനോജ് എന്ന 5 വയസ്സുകാരൻ അതേ വർഷം ഓഗസ്റ്റ് മാസം മരിച്ച സുരേഷ് വർമ്മയാണ് താനെന്ന് വർമ്മയുടെ ഘനഗാംഭീര്യ ശബ്ദത്തോടെ പറഞ്ഞതും ആഗ്രയിലെത്തിയ ഈ പയ്യൻ അവിടെ വർമ്മ നടത്തിയിരുന്ന റേഡിയോ ഷോപ്പ് മുൻസൂചനകളൊന്നുമില്ലാതെ തിരഞ്ഞു പിടിച്ചതും സുരേഷിന് നേരിട്ട അത്യാഹിത മരണത്തിന്റെ മുൻജന്മത്തിൽ നടന്നതായും ആ ബാലൻ വിവരിച്ചതും ആ മാധ്യമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? 1983 ഡിസംബർ 10-ന് ജനിച്ച മനോജ് എന്ന് പറയുന്ന ഒരു 5 വയസ്സുള്ള ആ കുട്ടി അതേ വർഷം ഓഗസ്റ്റ് മാസം മരിച്ച സുരേഷ് വർമ്മയാണ് താന് എന്ന് പറയണം. അതെങ്ങനെയാ പറയുന്ന? 5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് സുരേഷിന്റെ ആ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടെ. അപ്പൊ 5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് മുമ്പ് മരണപ്പെട്ട അതേ മാസത്തിൽ മരണപ്പെട്ട സുരേഷിന്റെ ആ അത്രയും ശക്തമായ ശബ്ദത്തിലൂടെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ആ സുരേഷ് നടത്തിയിരുന്ന റേഡിയോ ഷോപ്പ് ഒരു മുൻധാരണയില്ലാതെ കണ്ടെത്തുകയും സുരേഷിന് നേരിട്ട ഒരു അപകട മരണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ആ കുട്ടി വിവരിച്ചതൊക്കെ 1990 ഡിസംബർ 16-ാം തീയതി വാരാദ്യ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. ഇത് നമ്മൾ പറയുന്നതല്ലോ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തതാണത്. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കും. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന് കൃത്യമായ തെളിവുകളും നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബാധകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.